ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ആരാണ്? ഏതായാലും നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് വരികയാണ്. അപ്പൊ നമ്മൾ വീഡിയോക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു വേൾഡ് കപ്പ് ആരാണ് നേടുക എന്നുള്ള നിങ്ങളുടെ പ്രഡിക്ഷന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഈ ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരം ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 12 ഗോൾ അടിച്ചത് മുതൽ 16 ഗോൾ അടിച്ചവരുടെ ലിസ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ കിലിയൻ എംബാപ്പയും അതുപോലെ തന്നെ ബ്രസീലിന്റെ ഇതിഹാസമായ പെലെയും 12 ഗോളുകൾ വേൾഡ് കപ്പിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും 12 ഗോൾ സ്കോർ ചെയ്തത് 14 കളികളിൽ നിന്നാണ്. ഇനി 13 ഗോളുകൾ സ്കോർ ചെയ്ത രണ്ട് താരങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ലിയണൽ മെസ്സിയും മറ്റേത് നമ്മുടെ ഫ്രഞ്ച് ഇതിഹാസമായ ജസ്റ്റ് ഫൊണ്ടേനുമാണ്. ജസ്റ്റ് ഫൊണ്ടേൻ 6 കളികളിൽ നിന്നാണ് 13 ഗോൾ, മെസ്സി 26 കളികളിൽ നിന്നാണ് 13 ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. ഇനി 14 ഗോൾ അടിച്ച താരമാണ് നമ്മുടെ ജർമ്മനിയുടെ ഇതിഹാസമായ ഗേർഡ് മുള്ളർ. പുള്ളിക്കാരൻ 13 കളികളിൽ നിന്ന് 14 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ ബ്രസീലിന്റെ ഇതിഹാസം റൊണാൾഡോ നെസാരിയോ ആണ്. പുള്ളിക്കാരൻ 19 കളികളിൽ നിന്ന് 15 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വേൾഡ് കപ്പിന്റെ ഹിസ്റ്ററിയിൽ ടോപ്പ് സ്കോർ ആയിട്ടുള്ളത് നമ്മുടെ മിറോസ്ലാവ് ക്ലോസയാണ്. 24 കളികളിൽ നിന്ന് പുള്ളിക്കാരൻ 16 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സിക്കും കിലിയൻ എംബാപ്പയ്ക്കും അവരുടെ റെക്കോർഡുകൾ വീണ്ടും ഉയർത്താനുള്ള ഒരു നല്ലൊരു അവസരമാണ്. അതിൽ അവർ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും നമ്മുടെ കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.